കടത്തനാട്ട് നരേന്ദ്രവാര്യരുടെ രാമായണത്തിലൂടെ എന്ന രചനയെ ആസ്പദമാക്കിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുമ്പത്തെ വർഷത്തെ ധാന്യശേഖരമൊക്കെ തീരാറായി. ഇക്കൊല്ലത്തെ പുന്നെല്ല് അകത്തെത്താറായിട്ടുമില്ല. ഇടവിട്ട് കോരിച്ചൊരിയുന്ന മഴ, മഴക്കാലത്തെ രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം, എല്ലാം കൂടി നല്ല ക്ലേശം തന്നെ. ഇങ്ങനെയൊരു കള്ളക്കർക്കിടക മാസം ഇതെങ്ങനെ തള്ളി നീക്കണം? സംശയം വേണ്ട, ഈശ്വര വിചാരം ഇതിനൊരു പ്രതിവിധി. അതിനെന്തെല്ലാമാകാം? പുരാണ പാരായണം, ഈശ്വര സേവാപരമായ പൂജകൾ, അങ്ങനെയൊക്കെ ഈ കർക്കിടകത്തെ ഒന്ന് മെരുക്കിയെടുക്കണം. ഏറ്റവും നല്ല വഴി രാമായണ പാരായണം തന്നെ. ശ്രീരാമൻ വനവാസകാലത്ത് വർഷാവേലാമനൈഷിയിൽ എന്നാണല്ലോ നമുക്കറിയുന്നത്. വർഷക്കാലത്തെ ഒരുവിധമങ്ങ് നയിച്ചു എന്ന്. ശ്രീരാമനെ തന്നെ സേവിക്കാം. അങ്ങനെ രാമായണ പാരായണം ഇപ്പോൾ തന്നെ തുടങ്ങുകയല്ലേ. ശരി, ഇന്ന് കർക്കിടകം 1-ാം തീയതി രാമായണം തുടങ്ങാം. അധ്യാത്മരാമായണം ആ കൃതിയുടെ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ സാക്ഷാൽ പരമാത്മാവിൻ്റെയും മൂലപ്രകൃതിയുടെയും ആധ്യാത്മികമായ ഗുണങ്ങളെയാണ് വിവരിക്കുന്നത്. ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണെന്നും സീതാദേവി മൂലപ്രകൃതിയാണെന്നും രാമായണത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇത് സീതാദേവി ശ്രീരാമദേവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഹനുമാന് ഉപദേശിക്കുന്നു. എന്നുടേ തത്വമിനെ ചൊല്ലിയിടാമുള്ള വണ്ണം എന്നോട് ഞാൻ തൻ മൂലപ്രകൃതിയായതെടോ. എന്നുടേ പതിയായി പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. രാമായണങ്ങൾ പലതുണ്ട്. അവയിൽ സീതാരാമ കഥ തന്നെയാണ് പ്രധാനം. ഓരോന്നിലും പ്രപഞ്ചത്തിൻ്റെ ഓരോരോ തത്വങ്ങളിൽ ഊന്നിയാണ് കഥയെ നയിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ ആധ്യാത്മിക തത്വങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾക്കും ചൈതന്യങ്ങൾക്കും 3 നിലകളും ആ നിലകൾക്കനുസരിച്ചുള്ള അർത്ഥങ്ങളുമുണ്ട്. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്നിവയാണവ. അങ്ങനെ വരുമ്പോൾ രാമായണത്തിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ഈ 3 തരത്തിൽ ഗ്രഹിക്കേണ്ടി വരുന്നു. അധ്യാത്മരാമായണത്തിൽ ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ്. സീതാദേവി മായാഭഗവതിയാണ്. ഈ അറിവിൻ്റെ പൊരുൾ ശ്രീരാമദേവൻ തന്നെ ഹനുമാനോട് ഉപദേശിക്കുന്നുണ്ട്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരജിൽ കാണുന്നതോ ജീവാത്മാവറിയടോ. തേജോരൂപിണിയാകും എന്നുടേ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവീവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. തത്വമസി എന്നതിൻ്റെ അർത്ഥം കൊണ്ട് ശ്രീരാമനെയും ശ്രീരാമകഥ കൊണ്ട് തത്വമസി എന്നതിൻ്റെ ആന്തരാർത്ഥവും മനസ്സിലാക്കാൻ അധ്യാത്മരാമായണം തന്നെയാണ് ഏറ്റവും നല്ല ഉപാധി. ശിവൻ പാർവതിക്ക് രാമകഥ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഉമാമഹേശ്വര സംവാദം എന്ന രീതിയിലാണ് അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ളത്. മഹാദേവൻ തന്നെ വളരെ ഭക്തിയോടും ആദരവോടും കൂടിയാണ് ഉമയോട് രാമൻ്റെ കഥ പറയുന്നത്. അപ്പോൾ രാമൻ്റെ മഹാത്മ്യം എത്രത്തോളമായിരിക്കും എന്നത് ഊഹിക്കാമല്ലോ. രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരുടെ ഭാരം സഹിക്കുവാൻ പറ്റാതെ വന്ന ഭൂമിദേവി ബ്രഹ്മാവിനോട് ആ സങ്കടം ഉണർത്തിക്കുകയും തുടർന്ന് ബ്രഹ്മാവിൻ്റെ കൂടെ പാലാഴി തീരത്ത് ചെന്ന് മഹാവിഷ്ണുവിനോട് ദുരിതങ്ങൾ തീർത്തു തരുവാൻ പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. ഭൂമിദേവിയിലൂടെ ദുഃഖം പരിഹരിക്കുവാൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി താൻ കൗസല്യയിൽ ജനിച്ച് രാക്ഷസരെ നശിപ്പിച്ചു കൊള്ളാമെന്ന്
വിഷ്ണു തന്നെ ബ്രഹ്മാദികളോട് ആശ്വാസവാക്കുകൾ പറഞ്ഞു. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാം ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. സ്വൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായ ദേവിയും ജനകാലേ വന്നു കേകസാത്മജകുല നാശകാരിണിയായി. മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം എന്നിങ്ങനെ രാമായണ കഥ മുമ്പോട്ടു പോകുന്നു.